ഹലോ, നമസ്കാരം പ്രിയപ്പെട്ടവരെ. ആശയം മുഗുരുവാണേ. നമ്മളിപ്പോൾ തെലങ്കാനയിലെ ഹൈദരാബാദിലാണ് കേട്ടോ. ഹൈദരാബാദിലെത്തിയാൽ ചെറുതും വലുതുമായ ഒട്ടേറെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഷോപ്പിംഗ് ഏരിയകളും വിശാലമായ മാളുകളും അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു യാത്രാവേളയിൽ ഞങ്ങൾ ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. 2000 ഏക്കറോളം പരന്നു കിടക്കുന്ന ഈ രാമോജി ഫിലിം സിറ്റിയിൽ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് രാമോജി ഫിലിം സിറ്റിയിലെ തന്നെ ബാഹുബലി സെറ്റിലാണ്. അപ്പോൾ ബാഹുബലി സെറ്റിലെ ചില കാഴ്ചകൾ കണ്ടാലോ? വരൂ, കാഴ്ചകളിലൂടെ നമുക്കൊപ്പം സഞ്ചരിക്കാം. രാമോജി ഫിലിം സിറ്റിയിലെ ബാഹുബലി സെറ്റ് ഓരോ സഞ്ചാരിയുടെയും കാഴ്ചകളെ കൂടുതൽ മനോഹരമാക്കുകയാണ് ചെയ്യുന്നത്. ബാഹുബലി എന്ന സിനിമയ്ക്കുള്ളിലെ മഹിഷ്മതി എന്ന സാമ്രാജ്യത്തിനുള്ളിലേക്ക് ഓരോ സഞ്ചാരിയെയും കൂട്ടിക്കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു അനുഭൂതി പകരുന്ന ഇടം തന്നെയാണ് രാമോജി ഫിലിം സിറ്റിയിലെ ഈ ഒരു പോർഷൻ. മഹിഷ്മതി എന്ന സാമ്രാജ്യത്തിന്റെ വലിയ വലിയ കൊട്ടാരങ്ങളും ശില്പങ്ങളും കലാസൃഷ്ടികളുമെല്ലാം അടങ്ങിയ ഈ ഒരു സെറ്റ് 100 ഏക്കറിലധികം സ്ഥലത്താണ് ഒരുക്കിയിരിക്കുന്നത്. SS രാജമൗലി സംവിധാനം ചെയ്ത ബാഹുബലി ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചിത്രത്തിനായി 100 ഏക്കറിലധികം സ്ഥലത്താണ് 60 കോടി രൂപ ചിലവഴിച്ച് ഈ ഒരു മാസ്മരികമായ സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. സിനിമയിലെ സുപ്രധാന രംഗങ്ങൾ ചിത്രീകരിച്ച ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ചകളാണ് ഞങ്ങൾ കാണുന്നത്. ഫിലിം സിറ്റിയിൽ എത്തിച്ചേരുന്ന മുഴുവൻ സഞ്ചാരികൾക്കും സിനിമയുടെ അന്തരീക്ഷം അനുഭവിച്ചറിയാൻ സാധിക്കുന്ന ഒരു പ്രധാന ആകർഷണം കൂടിയാണ് ഈ കാണുന്ന ബാഹുബലി സെറ്റ്. ബാഹുബലി സെറ്റിന്റെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ത്യയിലെ രാജസ്ഥാനിലുള്ള ചരിത്രപ്രസിദ്ധമായ ഹവാമഹൽ കൊട്ടാരത്തിന്റെ ഒരു തനി പകർപ്പ് കാണാനാണ്. അതെ, ഹവാമഹൽ. താളമേളങ്ങളും നൃത്തച്ചുവടുകളുമായി രാജസ്ഥാനി വേഷം ധരിച്ച കലാകാരന്മാരാണ് ഹവാമഹലിൽ നമ്മളെ വരവേറ്റത്.
ഹവാമഹലിലെ താളമേളങ്ങൾക്കൊപ്പം നൃത്തം വച്ചിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് തൊട്ടടുത്തുള്ള ജാപ്പനീസ് ഗാർഡൻ കാണാൻ വേണ്ടിയാണ്. ജാപ്പനീസ് ഗാർഡൻ ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിലെ മറ്റൊരു സുപ്രധാനമായ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ജാപ്പനീസ് ഗാർഡൻ. ജപ്പാൻ ശൈലിയിലുള്ള ഒരു ഉദ്യാനത്തിന്റെ അല്ലെങ്കിൽ പൂന്തോട്ടത്തിന്റെ ശൈലിയിലാണ് ഈ ജാപ്പനീസ് ഗാർഡൻ ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചെറിയ കുളവും ചെറിയ പാലങ്ങളും മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന കരിങ്കൽ നിർമ്മിതികളും എല്ലാം ഒത്തിണങ്ങിയ ശാന്തവും മനോഹരവുമായ പശ്ചാത്തലം പ്രദാനം ചെയ്യുന്ന റാമോജി ഫിലിം സിറ്റിയിലെ സുന്ദരമായ ഒരു ലൊക്കേഷനാണ് ജാപ്പനീസ് ഗാർഡൻ. ഒരുപാട് സിനിമ, ടെലിവിഷൻ രംഗങ്ങളിൽ, ഗാന ചിത്രീകരണങ്ങളിൽ നമുക്ക് ഈ ഗാർഡൻ കാണുവാൻ സാധിക്കും. അങ്ങനെ ജാപ്പനീസ് ഗാർഡനിലെ മനോഹര കാഴ്ചകൾക്ക് ശേഷം നമ്മൾ നേരെ പോകുന്നത് റാമോജി ഫിലിം സിറ്റിയിൽ തന്നെ മറ്റൊരു പ്രധാന ആകർഷണമായ ലണ്ടൻ തെരുവുകളിലേക്കാണ്. അമേരിക്കൻ ഐക്യനാടുകളിലെ ന്യൂയോർക്ക് ഹാർബറിലെ ലിബർട്ടി ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന 93 മീറ്റർ ഉയരമുള്ള നിയോ ക്ലാസിക്കൽ പ്രതിമയായ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ അതേ രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹര ദൃശ്യങ്ങളും പശ്ചാത്തലങ്ങളുമുള്ള റാമോജി ഫിലിം സിറ്റിയിലെ ലണ്ടൻ സ്ട്രീറ്റിനോട് ചേർന്ന ഭാഗത്തെ മനോഹര കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റാമോജി ഫിലിം സിറ്റിയിലെ വെറും 5% കാഴ്ചകൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ ആ 5% മാത്രമുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ മറ്റു കാഴ്ചകളുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം.